ഹായ് ഓൾ, ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSCയുടെ വെബ്സൈറ്റിൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അവരവരുടെ PSCയുടെ വെബ്സൈറ്റിൽ ചെന്ന് അവരവരുടെ പ്രൊഫൈലിൽ ചെന്ന് വൺ ഡേ രജിസ്ട്രേഷൻ വഴി ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നല്ലൊരു പോസ്റ്റ് ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ പോളിടെക്നിക്കുകളിലും അതുപോലെ തന്നെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഒക്കെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആകാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പോസ്റ്റാണ്. ഒരുപാട് നിയമനങ്ങൾ സാധാരണ നടക്കാറുള്ള ഒരു പോസ്റ്റാണ്. നൂറോളം നിയമനങ്ങളൊക്കെ യൂഷ്വലി ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടക്കാറുണ്ട്. അപ്പോ നമുക്കിതിന്റെ ഈ നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. അപ്പൊ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് നമ്മുടെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളും ടെക്നിക്കുകളിലും ഒക്കെ ഉള്ളത്. എന്താണ് പോസ്റ്റ്? വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഈ തസ്തികകളിലേക്ക് എല്ലാം ഒരു ഒറ്റ കോമൺ എക്സാമും കോമൺ സിലബസും ആണെന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാ ഡിപ്ലോമ ലെവൽ പരീക്ഷ തന്നെയാണ് വരുന്നത്. അപ്പൊ വ്യത്യസ്തമായ റാങ്ക് ലിസ്റ്റുകളിൽ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്കെയിൽ ഓഫ് പേ ശ്രദ്ധിക്കുക. 41,300 മുതൽ 87,000 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. നമ്പർ ഓഫ് വേക്കൻസി ഇവരിപ്പോ പറയുന്നത് ആന്റിസിപ്പേറ്റഡ് എന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന്, അതായത് നിലവിലുള്ള ലിസ്റ്റ് ഇപ്പോൾ NDR പോകുന്നുണ്ട്. അതിൽ നിന്ന് ഓൾറെഡി 88 പേർക്ക് റാങ്ക് ലിസ്റ്റ് അഡ്വൈസ് പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് ഒരു 100ഓളം പേർക്ക് അഡ്വൈസ് കിട്ടുന്ന ഒരു പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് കണ്ടാലും നിരാശരാവേണ്ട. ഉറപ്പായിട്ടും അത്യാവശ്യം നല്ല വേക്കൻസികൾ ഇതിനകത്ത് വരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. 2/1/1986, 1986 ജനുവരി 2 മുതൽ ജനിച്ച ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 18 മുതൽ 40 വയസ്സ് വരെയാണ് PSC ഇടയ്ക്ക് ഏജ് ലിമിറ്റ് 40 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമാണ് 40 ആക്കിയത്. നേരത്തെ 36 ആയിരുന്നല്ലോ. അപ്പൊ കുറെ പേർക്ക് കൂടെ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. നിങ്ങൾ OBC, SC ST ഒക്കെ ആണെങ്കിൽ 3 വർഷവും 5 വർഷവും ഒക്കെ ഏജ് റിലാക്സേഷൻ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 5 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുവരെ കാത്തിരിക്കേണ്ട, നേരത്തെ തന്നെ അപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിപ്ലോമ ഇൻ ദി അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി. അതായത് ഈ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ. ഏതാണ് അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച്? കാരണം വിളിച്ചിരിക്കുന്ന പോസ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് എന്നുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി ആണ് നിങ്ങൾക്കുള്ള ഇതെന്ന് പറയുന്നത്. I mean, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അപ്പൊ കഴിഞ്ഞ തവണത്തെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. PSCയുടെ നോട്ടിഫിക്കേഷൻ ഉള്ളതാണിത്. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഇക്വലന്റ് ആയിട്ട് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, AMBI ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബിടെക് ഇലക്ട്രിക്. അപ്പോൾ ഡിപ്ലോമക്കാർക്ക് മാത്രമല്ല, ബിടെക് ഉള്ള ആളുകൾക്കും ഉള്ള ആളുകൾക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിടെക് ഇലക്ട്രിക്കൽ, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉള്ളവർക്ക് എന്ന് വെച്ചാൽ ഏതാ ബ്രാഞ്ച്? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിളിയിൽ ബിടെക് ഉള്ള ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ട്രിപ്പിളിയിൽ ബിടെക്കോ BE ബിടെക് ഓണേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് നമ്മൾ പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ഡിപ്ലോമ നിലവാരമുള്ള ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഇതേ സിലബസ് തന്നെയാണ് വരുന്നത്. ഇനി വരാനിരിക്കുന്ന സബ് എഞ്ചിനീയർക്കും ഒക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഐപ്ലസിന്റെ ക്ലാസ്സുകൾ, ഏറ്റവും നല്ല ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളും PVK ഡിസ്കഷൻസും ഒക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നമ്മുടെ ഇതേ ചാനൽ വഴി കിട്ടുന്നതാണ്. സിലബസ് ഡിസ്കഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ ഐപ്ലസിനൊപ്പം ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു ബാച്ച് പോലെ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. മഹേഷ് സാറിന്റെ നേതൃത്വത്തിലാണ് ഒരു എക്സ്പെർട്ട് ഫാക്കൽറ്റി ടീം തന്നെ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഏറ്റവും നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതുവഴി കിട്ടുന്നതാണ്. എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ടീമിന്റെ സഹായത്തോടുകൂടി ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറൻസും ഒക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ്. മുൻപ് ഐപ്ലസ് നേടിയിട്ടുള്ള ഒരുപാട് റാങ്ക് ജേതാക്കളുടെ നിരയിലേക്ക് നിങ്ങളെ ഈ പരീക്ഷ വഴി സ്വാഗതം ചെയ്യാണ്. ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, ഏറ്റവും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ ഒരു ലെവലിലുള്ള സിലബസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന പരീക്ഷകളെല്ലാം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ പഠിച്ചു തുടങ്ങാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ കൊടുക്കുക, നേരത്തെ പഠിച്ചു തുടങ്ങുക. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അത് അതിജീവിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.